രാത്രി നമ്മൾ പറഞ്ഞതിനൊക്കെ ഒരു ബൈക്കുകാരൻ വന്ന് ഇതിൽ ഇടിച്ച് തലയടിച്ചങ്ങ് അപ്പോഴും മരിക്കായിരുന്നു. ഇത് ആക്സിഡന്റ് ആയ സമയത്ത് നമ്മൾ പോലീസിനെ വിളിച്ചായിരുന്നു. പോലീസ് വന്ന് അവർ മദ്യവെച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ തിരികെ പോവുകയാണ് ചെയ്തത്. ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവധി ദിവസങ്ങളിലെല്ലാം ഒരു വണ്ടിയിൽ 3-4 പേരാണ് ഈ വണ്ടിയിൽ ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്പീഡാണ് അവർ സഞ്ചരിച്ചത്. റോഡ് ടാർ ചെയ്തതിനു ശേഷം വാഹനങ്ങൾ ഭയങ്കര സ്പീഡിലാണ്. പിന്നെ ബൈക്കുകളിലായിരുന്നാലും 3-4 പേര് കയറിയൊക്കെയാണ് പറഞ്ഞത്. നമ്മളെ കയ്യിൽ നിന്നാണ് പറ്റിയത് എന്നുള്ള ഒരു രീതിയിൽ പോലും അത് നോക്കാതെയാണ് ഈ രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ട് പോയത്. നമസ്കാരം. തലസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവ് നായ ശല്യം. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP അധികാരത്തിലേറിയപ്പോൾ ആദ്യമായിട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താമെന്നതാണ്. അത്തരത്തിൽ ഓരോ ദിവസവും പുറത്തിറങ്ങുമ്പോൾ റോഡിന്റെ ഓരോ സൈഡിലും ഒരുപാട് നായ്ക്കൂട്ടങ്ങൾ അത് ആക്രമിക്കുമോ എന്നുള്ള ഭയം, അങ്ങനെയുള്ള ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോകുന്നത്. പക്ഷേ ഇവിടെ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച, നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണെങ്കിൽ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫ്ലെക്സ് ഒക്കെ തയ്യാറാക്കാറുണ്ട്. അതേ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിനടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ഫ്ലെക്സ് വന്നിരിക്കുകയാണ്. അതായത് മാണിക്യന് വിട. ഇവിടെയുള്ള ഒരു തെരുവ് നായയാണ് ഇത്. ഈ നായോടുള്ള സ്നേഹം കാരണം ഇവിടെയുള്ള പ്രദേശവാസികളാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു സ്നേഹം, പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാകാൻ കാരണം എന്നൊക്കെ അവരോട് ചോദിക്കാം. ചേട്ടാ, സാധാരണ ഇങ്ങനെ ഒരു ഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു തെരുവുനായക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ കാണുന്നത് അപൂർവമാണ്. എന്താ ഇത് തെരുവുനായ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഇതൊരു 8 വർഷമായി ഈ പട്ടി നമ്മളെ കൂടെ. 8 വർഷം കൊണ്ട് നമ്മൾ ആഹാരം കൊടുത്ത് നമ്മൾ 26 തൊഴിലാളികളുണ്ട്. നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് അവരവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ കൂടെ ഇത് തന്നെ കാണും. നമ്മൾ റേറ്റ് പറയാൻ പോയാലും ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയാലും എല്ലാ വിഷയത്തിനും കൂടെ ഉള്ള പട്ടിയാണ്. അപ്പം ഇതിങ്ങനെ രാത്രി ഒരു ദിവസം നമ്മളെ നൈറ്റ് ഡ്യൂട്ടി ഇവിടെ ജോലിക്കുണ്ട്. രാത്രി നമ്മൾ പറഞ്ഞതിനൊക്കെ ഒരു ബൈക്കുകാരൻ വന്ന് ഇതിൽ ഇടിച്ച് തലയടിച്ചങ്ങ് അപ്പോഴും മരിക്കായിരുന്നു. മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടായ കാര്യമാണ്. അപ്പൊ ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് പറ്റി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പേരിട്ട നമ്മൾ തന്നെയാണ്. നമ്മള് എല്ലാരും കൂടി ഡിസ്കസ് ചെയ്ത ഒരു പേര് വേണമല്ലോ. ഇത് ആരോ കൊണ്ട് ഇവിടെ കാറിൽ വിട്ടിട്ട് പോയ പട്ടിയാണ്. നല്ല പട്ടിയായിരുന്നു. നമ്മൾ ആ പേരിനോടത് എവിടെ വിളിച്ചാലും ആ പേര് കറക്റ്റ് ആയിട്ട് അത് വരും. എവിടെ നിന്നാലും വരും. മാണിക്കാന്ന് വിളിച്ചാൽ അത്ര സ്നേഹമായിരുന്നു. നമ്മളെല്ലാവരും അത്ര ഇടപെട്ടിട്ടുണ്ട്. ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവുനായ ശല്യമാണല്ലോ. അപ്പോ അങ്ങനെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതേ സംഭവത്തിന്റെ മറുവശത്ത് ഇതുപോലെ സ്നേഹമുള്ള ഒരുപാട് ജീവികളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. പക്ഷെ നേരെ മറിച്ച് നോക്കുമ്പോ ഈ പട്ടി ഈ പറയും പോലെ ഏതോ വീട്ടിൽ നിന്ന് കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയി നമ്മളെ കിട്ടിയതാണ്. അന്ന് പോലും നമ്മളെ കൂടെ തന്നെയാണ് ഇടപെടണം. നമ്മളിവിടെ പട്ടി പിടുത്തക്കാർ വന്നിട്ട് പോലും നമ്മളതിനെ കൊടുത്തിട്ടില്ല. നമ്മൾ പറയാൻ പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതി തന്നെയാണ് എടുത്തത്. അതുപോലെ നമ്മളോടുണ്ട്. അതുകൊണ്ട് ഇത് പട്ടിയെ നമ്മൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ പട്ടി സ്നേഹിക്കുന്നവരും നമ്മളോട് അത് പെരുമാറുന്ന രീതി അങ്ങനെ ഇരിക്കും. അല്ലാതെ ഇവിടെ ആക്രമണ സ്വഭാവമുള്ള പട്ടിയൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല എന്നാണ് വാസ്തവം. തിരുവനന്തപുരത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാൻ നമ്മളെ ഈ റോഡിൽ തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ കാണാനില്ല, കുറച്ച് കഴിയുമ്പോൾ വന്നാൽ അറിയാം. ഒരു 10-30 പട്ടി ഈ സൈഡിൽ തന്നെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോർപ്പറേഷന്റെ കുറച്ച് വേസ്റ്റ് എല്ലാം കൊണ്ട് അവിടെ ഡംപ് ചെയ്യും. അപ്പൊ ഈ പട്ടികളെല്ലാം വന്ന് അല്ലാതെ ഈ കോഴി വേസ്റ്റൊക്കെ ഈ ആറ്റിൽ കൊണ്ടിട്ടിട്ട് പോകും. അത് ഈ ആറ്റിൽ ചാടി കടിച്ച് വലിച്ചു കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇട്ട് കരയിലിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അവിടെ ഭീഷണിയുണ്ട്. കുറച്ച് ആൾക്കാർ ഓടിയിട്ടുണ്ട് ഈ പട്ടിയെ പേടിച്ചിട്ട്. ആറിന്റെ അവസ്ഥ വളരെ മോശം. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാൾ മുമ്പ് ഇവിടെ രാത്രി സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോർപ്പറേഷന്റെ. ഇപ്പൊ നിലവിലതില്ല. ഇപ്പൊ അതുകൊണ്ട് ഈ രാത്രി അവർ വരണ ഒരു വണ്ടിയിൽ ഓട്ടോയിലോ കൊണ്ടുവന്ന് മാലിന്യം അങ്ങ് എറിഞ്ഞിട്ടങ്ങ് പോവുകയാണ്. കൂടുതൽ ഈ കോഴി വേസ്റ്റും ഈ മാട് വേസ്റ്റൊക്കെ കൊണ്ട് തള്ളിയിട്ട് അവരങ്ങ് പോവുകയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടാ, മാണിക്കനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാണ് ഞാൻ. ഇങ്ങനെ ഒരു ഫ്ലെക്സ് വേറെ എവിടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് മാണിക്കനായിട്ടുള്ള മാണിക്കൻ എന്ന് പറയുന്നത് 8 വർഷം കൊണ്ട് ഞങ്ങളെ കൂടെ ഉള്ള പട്ടിയാണ്. അത് വേറെ ആർക്കും ഒരു ശല്യമല്ലാത്ത രീതിയിൽ ഈ മാളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് തന്നെ കാണും. അല്ലാതെ അങ്ങോട്ട് വെളിയിലോട്ട് പോവുക അങ്ങനെയുള്ള ഒരു ഇതില്ല. പിന്നെ ഇത് ഞങ്ങള് കൂടെ ഇണങ്ങി ചേർന്ന് ഇങ്ങനെ കിട്ടുന്ന പട്ടിയാണ്. പക്ഷെ ഇവിടെ ഈ റോഡ് ടാർ ചെയ്തതിനു ശേഷം വാഹനങ്ങൾ ഭയങ്കര സ്പീഡിലാണ്. പിന്നെ ബൈക്കുകളിലായിരുന്നാലും 3-4 പേര് കയറിയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ആ വന്നതിനാണ് രാത്രി 12 മണിക്ക് ഇതിനെ ഇടിച്ച് ഈ പട്ടിയെ ഇവിടെ വെച്ച് ഇടിക്കുകയും അത് ആ ആട്ട കിടക്കണം അതുവരെ തെറിച്ചു പോയി. തലയ്ക്കുള്ള അടിയാണ്. പക്ഷെ ആ ഈ ഇടിച്ചവര് തിരിഞ്ഞു പോലും നോക്കാതെ
അവര് വീണ് താഴെ കിടന്നിട്ട് വണ്ടി നൂത്ത് അവർ ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിന്റെ അവിടെ ഒരു ഇതുപോലും കാണിച്ചില്ല. ഒരു മനുഷ്യനായാലും ശരി തന്നെയാണ്, ഒരു പട്ടിയായാലും ശരി തന്നെയാണ്. അതിന്റെ അവിടെ ഉള്ള ഒരു നമ്മളെ കയ്യിൽ നിന്നാണ് പറ്റിയത് എന്നുള്ള ഒരു രീതിയിൽ പോലും അത് നോക്കാതെയാണ് ഈ രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ട് പോയത്. സാധാരണഗതിയിൽ ഈ മനുഷ്യന് ഒരു അപകടം പറ്റിയാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ മടിയുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ ഈ റോഡിൽ കൂടി ഇത്രയും സ്പീഡിൽ വണ്ടികൾ വരണത് രാത്രി ഒക്കെ ഒരു നിയന്ത്രണവും ഇല്ല. അത് ഈ ടാറിട്ടതിന് ശേഷമാണ് ഇത്രയും പ്രശ്നം. ആ മരണവര് ചെയ്യണ പണിയാണിത്. ഇപ്പൊ നമുക്കിപ്പോ ആളുകൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ പോവാന് പറ്റാത്ത രീതിയിലാണ് ഇവരുടെ ഡ്രൈവിംഗ്. ഈ ഒരു ഏരിയ എങ്ങനെയാണ് അതായത് റോഡ് നന്നാക്കിയതിനു ശേഷം നമ്മൾ പറയും പോലെ മര്യാദയുടെ പേരിലൊന്നും അല്ലേ ഇവർ വണ്ടി ഓടിച്ചു പോകും. വണ്ടി അങ്ങ് ഇതിലിടിച്ചാണ് ഒരാൾ മരിച്ചത്. ചാക്കയിലുള്ളത് ഒരു പയ്യ ഈയിടയ്ക്ക് ഇവിടെ ജോലിയുള്ള പയ്യ വള്ളക്കടയിൽ വണ്ടി ആക്സിഡന്റ് ചെയ്തു. ഈ ഒരു സ്ഥലത്തിന് പേര് സ്ഥലത്തിന്റെ ഇത് കാരാളി റോഡെന്ന് പറയും. വള്ളക്കടവ് കാരാളി റോഡ്. ചാക്ക അപ്പ ജംഗ്ഷൻ വള്ളക്കടവ് ഇതിന്റെ ഇടയിലുള്ള. അപ്പൊ ഇവിടെ ഒരു ആക്സിഡന്റ് കൂടുന്നതുകൊണ്ട് CCTV വേണം, അങ്ങനെ CCTV വേണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഈ മാളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി തന്നെയാണ് പല സമയം ഇടിക്കാനുള്ള സംവിധാനം ഉണ്ടായത്. അപ്പൊ ഒന്ന് ഇവിടെ ഹമ്പ് വയ്ക്കണം, അല്ലെങ്കിൽ CCTV വെക്കണം എന്നുള്ളതാണ്. ഇത് ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ നമ്മൾ പോലീസിനെ വിളിച്ചായിരുന്നു. പോലീസ് വന്ന് അവർ മദ്യവെച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി, അവർ തിരികെ പോവുകയാണ് ചെയ്തത്. ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവധി ദിവസങ്ങളിലെല്ലാം ഒരു വണ്ടിയിൽ 3-4 പേരാണ് ഈ വണ്ടിയിൽ ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്പീഡാണ് അവർ സഞ്ചരിച്ചത്. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒന്ന് ഈ വളവുകൾ കൊണ്ട് ഹമ്പ് വയ്ക്കണം, അല്ലെങ്കിൽ ഈ CCTV ക്യാമറ എന്തെങ്കിലും സംവിധാനം സർക്കാർ ഉണ്ടാക്കണമെന്ന് പറയാം. അത്രേ ഉള്ളൂ.